Good morning, ladies and gentlemen. Welcome to your favorite ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ നമ്മളുടെ കയ്യിൽ വിവോ എക്സ് ഫോൾഡ് 3 പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ വെള്ള കളറാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇതാണ് വെള്ള കളർ കേട്ടോ. ഇനി കണ്ടില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ കറുത്ത കളർ നിങ്ങൾ കണ്ടു കാണും. ദിസ് ഈസ് ദെയർ ലിമിറ്റഡ് എഡിഷൻ വൈറ്റ് കളർ. അവർ ഈ ഇടക്കാലത്ത് ഇറക്കിയ സാധനമാണ്. മറ്റേ സെയിം ഫോണിൻ്റെ വെള്ളയാണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇവിടെ ഒരു അലേർട്ട് സ്ലൈഡർ പോലത്തെ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് സൈലൻ്റ് ആക്കാനും വയലൻ്റ് ആക്കാനുമായിട്ട് ഇത് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും മതി. വയലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് മോഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടനും വോളിയം അപ്പും ഡൗണും വരുന്നുണ്ട്. മോളിൽ ഐ തിങ്ക് വി ഹാവ് എൻ എയർ ബ്ലാസ്റ്റർ. താഴെ നമുക്ക് സിമ്മ് കുത്തികളക്കാനുള്ള സ്ഥലവും പിന്നെ മറ്റേ ചാർജ് ചെയ്യണ മറ്റേ പരിപാടിയും വരുന്നുണ്ട് കുത്താനുള്ള. USB 3.2 Gen 2ൻ്റെ റേറ്റിംഗ് ആണ് USB വരുന്നത്. അതായത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് മറ്റേ ഈ സിമ്മ് ഡ്യുവൽ സിമ്മാണ് വരുന്നത്. ഡ്യുവൽ സിം എന്ന് പറഞ്ഞാൽ മറ്റേ ബാക്കിലും ഫ്രണ്ടിലും വയ്ക്കാനുള്ളതല്ല, മറ്റേ 2 സിമ്മും ഇങ്ങനെ വെച്ച് വരുന്ന പരിപാടിയാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം അത് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇങ്ങനത്തെ വെളിച്ചത്തിലൊക്കെ അടിച്ചാൽ മാത്രമേ ക്രീസ് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത രീതിയിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ക്രീസ് ഉണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. മറ്റേ സാംസങ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ മറ്റേ നമ്മൾ മറ്റേ സ്പീഡിൽ പോകുമ്പോൾ മറ്റേ ബമ്പ് വരൂലേ, അതുപോലെ വരും. ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ IPX8 പ്രൊട്ടക്ഷനാണ്. അതായത് ഡസ്റ്റ് അവർ കൊടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടുണ്ട്. മറ്റേത് IP68 ആണ്. പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളൊരു സാധനം ഉണ്ടേ, ഇതിൻ്റെ അകത്ത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്. അത് അകത്ത് ഞാൻ അത് ഞെട്ടി കുട്ടിമാമ, സീരിയസ് ആയിട്ട്. ഇതിൻ്റെ അകത്ത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഇതിൻ്റെ വെളിയിലും അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് വോബിളും പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിയുമ്പം വോബിളിംഗ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേനെ പറ്റി പറയാനാണെങ്കിൽ ഗംഭീര ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം കിടില നല്ലൊരു ഡിസ്പ്ലേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള 120 Hz റിഫ്രഷ് റേറ്റൊക്കെ വരണ, HDR+, ഡോൾബി വിഷൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, വിച്ച് ഇസ് വെറും ഗിമിക്ക്. പക്ഷേ നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ വിസിബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. അകത്ത് വലിയ ഒരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, 8 ഇഞ്ചിൻ്റെ, വിച്ച് ഇസ് ഓൾസോ റിയലി ഗുഡ്. ആ ഒരു 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ അടിപൊളി തന്നെയാണ്. നമുക്ക് കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആണെങ്കിൽ എങ്ങനെ വരുന്നതാണ് കേട്ടോ, കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കാണാനാണെങ്കിൽ വളരെ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇത് നോക്കിയാണ് ഒരു പെങ്കൊച്ച് പിക്സലിൻ്റെ വീഡിയോ. ഐ എം സോ ഹാപ്പി ദാറ്റ് പെൺകുട്ടികൾ ഇനിയും വരണമാണ് ടെക്കിൽ. മലയാളിയിൽ ആരും ഇല്ല. പിക്സൽ 9 പ്രോൻ്റെ വീഡിയോ ആണ് കേട്ടോ. എന്തിനായിരുന്നു ചാനലിൻ്റെ പേര്? കൊച്ചു നോർവേയിലുള്ള ആരാണ്. സ്റ്റീരിയോ സ്പീക്കറാണ് കേട്ടോ വരുന്നത്. ആൻഡ് മറ്റേ OnePlusലൊക്കെ 3 സ്പീക്കർ വരും, ഇതിൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. എന്തായാലും ഈ ഒരു ചാനലിന് ഓൾ ദി ബെസ്റ്റ് എൻ്റെ വക. ആൻഡ് നമുക്ക് ഒരുപാട് നല്ല ഇത് ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുന്നതിനെ മെയിനായിട്ടും മൾട്ടി ടാസ്കിങ് ചെയ്യാനും ഇതുപോലെ വീഡിയോസ് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കാണാനും, പിന്നെ നമ്മൾക്കിപ്പോൾ നിങ്ങൾ കോമിക് ബുക്കൊക്കെ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനൊക്കെ ആയിരിക്കും. അത് വായിക്കാനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ എക്സ് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡബിൾ ആക്കണം, മൾട്ടി ഇതാക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കയറിയ നമുക്ക് ആപ്പ് ഡ്രോയർ ഉണ്ട് ഈ മൂലയിൽ. എന്നിട്ട് നമുക്ക് വേണ്ട സാധനത്തിന് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 2 വരും. അതല്ല വേറൊരു പണിയുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കണം, പിന്നെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ആക്കണം. അപ്പം ഇവിടെ ഇതായി. പിന്നെ ഇൻസ്റ്റ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു കേസുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഗെയിമും കൂടെ ഇടണം. ഇപ്പം നമുക്ക് ഗാർഡൻ സ്കേപ്പ് ഇതിൻ്റെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഡ്രാഗ് ചെയ്യുക. ഗാർഡൻ സ്കേപ്പിനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ നടുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും കാണുകയും ചെയ്യാം. ഗെയിമും കളിയതാണ്ട ഇതേപോലെ ഗെയിമും കളിച്ച് ട്വിറ്ററും നോക്കി ഇൻസ്റ്റാഗ്രാമും നോക്കി ഇരിക്കുക. ഇന്നത്തെ കാര്യം ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സാധനം ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു പരിപാടിയുണ്ട്. സ്ക്രീൻഷോട്ട് വളരെ എളുപ്പമാണ്. ഒന്നെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അപ്പോൾ 2ൻ്റെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്പിൻ്റെ മാത്രം എടുത്താൽ മതിയെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ആക്കിയാൽ ആ ഒരു ആപ്പിൻ്റെ വരും. ഇവിടെ ഇതാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഇസ് ഓൾസോ വെരി ഈസി. പിന്നെ Android 15 വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റേ സർക്കിൾ ടു സെർച്ച് പരിപാടി ഇസ് ഹിയർ. ആൻഡ് Android 15 വന്നടേ വിവോയുടെ ഫോണുകളിൽ.
ഇവിടെ ഇപ്പോഴും ബാക്കിയുള്ളവന്മാർ ബ്യാറ്റ എന്ന് പറഞ്ഞ് നടക്കണവന്മാർ ഈ ഫോണിൽ ഓൾറെഡി ആൻഡ്രോയിഡ് 15 വന്നു. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 ആണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതായത് ആൻഡ്രോയിഡ് 15, 16, 17 നിങ്ങൾക്ക് കിട്ടും. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടും. ആൻഡ്രോയിഡ് 15 ഇപ്പം ഈ സാധനം ഓടണത്. നിങ്ങളൊന്ന് ആലോചിച്ച് വായിക്കുകയാണ്. ആൻഡ്രോയിഡ് 15 പിക്സലിലും വിവോയിലും മാത്രമേ വന്നിട്ടുള്ളൂ, പബ്ലിക്കായിട്ട് എല്ലാവർക്കും. നിങ്ങളുടെ കയ്യിൽ ഈ ഫോൾഡും X100 Pro ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടും. ഞാൻ ഭയങ്കര പുച്ഛമായിരുന്നു എനിക്ക് വിവോ. പക്ഷേ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വെറും പൊളിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഫോൾഡ് ഫോണിൽ ഏറ്റവും കിടിലം ഫോട്ടോ എടുക്കണ ഒരേ ഒരു ഫോൺ എനിക്ക് തോന്നുന്നത് ഈ വിവോ ആണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ, അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റിയൊക്കെ നിങ്ങൾ കാണണോട്. ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫോട്ടോ എടുത്തത് എനിക്ക് ഇത്രയും വില്ലൻ ലുക്ക് ഉണ്ടെന്ന് എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇതൊരു ഫോണിലെടുത്ത ഫോട്ടോ ആണ്. നിങ്ങൾ ആരെയും വിശ്വസിച്ചു, അത് വിവോയുടെ മാജിക്കാണ് ഗൈസ്. എന്തൊരു രസമെന്നറിയാം. അതായത് നമ്മൾ ഞാൻ പറയാം, ഇപ്പോൾ ഐഫോണും സാംസങ് ഒക്കെ നല്ലപോലെ ഫോട്ടോ എടുക്കുക, അതായത് പക്ക HDR-ഉം, അതായത് നമുക്ക് ഹൈലൈറ്റ്സ് ഒക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്ത് ഷാഡോസ് ഒന്നും ക്രഷ് ചെയ്യാതെ നമുക്ക് നല്ല ട്രൂ ടു ദ സിനാരിയോ ഫോട്ടോസ് നമുക്ക് ഈ പറയുന്ന ആപ്പിള്, പിക്സല്, സാംസങ് ഇതിലെടുക്കും. സാംസങ് കുറച്ചും കൂടെ സാച്ചുറേഷൻ കൂട്ടും. ഇന്ന് വിവോയിലെടുക്കുന്ന ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത് കഴിഞ്ഞ് നമ്മൾ വേറൊരാട്ടിനെ കാണിക്കുമ്പോൾ നമ്മളെടുത്ത് ചോദിക്കും ഇത് എന്തിലെളിയാ എടുത്തതെന്ന്. ആ ചോദ്യം വിവോയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിനി ആരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ഇവന്മാർ തന്നെ ഒരു വിൻറ്റേജ് ടോണുണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ കിട്ടില്ലാണ്. ഞാൻ ചുമ്മാ പറയണമല്ല, വേറെ ലെവൽ ഫോട്ടോസാണ്. വീഡിയോസിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 4K 60 FPS ഉണ്ട്, 8K 30 FPS വരുന്നുണ്ട്. കാണിച്ചു തരാം. അത് കാണാൻ പറ്റുന്ന പോലെ 4K ഉണ്ട്, 60 FPS, 8K 30 FPS-ലാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 4K 60 FPS-ൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിവോ X Fold 3 Pro എന്ന് പറഞ്ഞ സാധനത്തിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. And and this phone also has 8K 30 FPS also. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല, പക്ഷേ നമുക്കിത് മറ്റേ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഞാൻ ഫ്രണ്ട് ഡിസ്പ്ലേ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്കൊരു വ്ളോഗ് പോലത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനത്തെ ഒരു എഫക്റ്റാണ് നമുക്ക്, ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടും നമുക്ക്. ആൻഡ് നമുക്ക് ബാക്കിൽ ലൈറ്റ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ സംതിങ് ലൈക്ക് ദിസ്. സോ what do you guys think? നമുക്ക് ഇതിനെ ഈ ഡിസ്പ്ലേയിലോട്ട് ഈ ബാക്ക് ക്യാമറ വെച്ചിട്ട് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റും. അത് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ റിവേഴ്സ് അടിക്കുക, അതായത് മറ്റേ സെൽഫി ക്യാം ഓൺ ചെയ്തിട്ട് അപ്പം തന്നെ നമ്മുടെ ഇവിടെ ഒരു ബട്ടൺ വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരും, അത് നെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓഫാവും, ഇത് ഓണാവും. എന്നിട്ട് നമുക്ക് സെൽഫിയോ വീഡിയോ ഒക്കെ ഈ ഒരു ഡിസ്പ്ലേ വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്ക് ചിരി വന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 മെഗാ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. 4K റെക്കോർഡിംഗ് ഇല്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 സപ്പോർട്ട് ചെയ്യും. ഇത് അവർ മനഃപൂർവ്വം തരാത്തതാണ്. ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 FPS ഉള്ളൂ. അതെന്തെന്ന് എനിക്ക് മനസ്സിലാവില്ല. 32 മെഗാ ഉണ്ടടാ, അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടാ. പിന്നെ ബാറ്ററിയെ പറ്റി പറയാനാണെങ്കിൽ കാർബൺ സിലിക്കണിൻ്റെ 5700 mAh ബാറ്ററിയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. 5700, 235 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. തുറന്നു കഴിയുമ്പം നമുക്ക് അത്ര ഫീൽ ചെയ്യത്തേ ഇല്ല. ആൻഡ് ഓൾസോ നമ്മൾ അടച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴും വളരെ മറ്റേ ബാലൻസ്ഡ് ആണ്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പക്കയാണ്. 5700 mAh ഈ ഒരു സാധനം വേറെ ഒരു ഫോൾഡബിൾ ഫോൺസിനും ഇല്ല, ഇത്രയും ഹെവി ബാറ്ററി ലൈഫ്. അത് മാത്രമല്ല ദ മോസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് പരിപാടി ഇതിനാണുള്ളത്. നിങ്ങൾക്ക് പെട്ടിയിലകത്ത് ഇതിനകത്ത് കേസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു കേസ് അവർ പെട്ടിയിലകത്ത് തരുന്നുണ്ട്. കേസ് സ്റ്റാർ ഓഫ് ദ ഷോ അതല്ല, ഇതാണ് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ആൻഡ് കേബിള് Type-C to Type-C ആണ്. പവർ ഡെലിവറി ചാർജറാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അതായത് 0 to 100 വെറും 44-45 മിനിറ്റ് കൊണ്ട് 0 നിന്നും 100 വരെ കയറും. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, അത് വിവോയുടെ തന്നെ മറ്റേ വയർലെസ് ചാർജർ മേടിക്കുക. അത് നിങ്ങൾ നോക്കിയാൽ ഈ ഷവമി ആയാലും വിവോ ആയാലും OnePlus ആയാലും അവർക്കൊക്കെ ഹൈ സ്പീഡ് വയർലെസ് ചാർജിങ് ഉണ്ട്. പക്ഷേ അവരെ സാധനം മേടിക്കണം, അത് അവരെ സാധനം പുഷ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. പക്ഷേ ഇത് നോക്കണം, 120 വാട്ടിൻ്റെ PD ചാർജർ പെട്ടിയില്ലാത്ത അവന്മാർ തരയാണ്.
ഇവിടെ മറ്റേമാരൊക്കെ ഇപ്പോഴും 25 വാട്ടിലാണ് ഇരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഫോൾഡബിൾ ഫോണിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണുള്ളത്, അറിയോ നിങ്ങൾക്ക്? അതാണ് വിറ്റടെ. എന്തിനാണെങ്കിലും വിവോ ആ ഒരു കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ NFC വരുന്നുണ്ട്, ഈ സിം പരിപാടി ഇല്ല. ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ടു ഗുഡ് ഓഫ് ഐറ്റം. 1,60,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 512 GB സ്റ്റോറേജും 16 GB LPDDR5Xൻ്റെ റാമും കിണ്ണം കാച്ചി ഫോണും ഇങ്ങനത്തെ ഒരു കേസും തരും. വെള്ള കളർ ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ചൈനയിൽ അവർ വേറെ കേസാണ് കേട്ടോ കൊടുക്കുന്നത്. ഇവിടെ ഈ ഒരു ബാക്ക് മാത്രം കവർ ചെയ്യുന്നത്. മറ്റേ ചൈനയിൽ തന്നെ ഈ ഒരു കാർബൺ ഫൈബർ ഹിഞ്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു കേസാണ് ചൈനയിൽ അവർ പ്രൊവൈഡ് ചെയ്യണത്. പക്ഷേ ഇതിലിവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു വീഗൻ ലെതർ ഫിനിഷിൻ്റെ ഇത് വരുന്ന കിഡ്നം ഫോൺ. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ഫ്രണ്ട് മറ്റേ ഇതിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ, അവർ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ദറ്റ് ഇസ് ആക്ച്വലി റിയലി ഗുഡ്. ആൻഡ് ഡിസ്പ്ലേ കിടിലം. ഞാൻ പറയും ഫോൾഡ് ഫോണിൽ ക്യാമറ കിടിലം, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, 5700 mAh ബാറ്ററി, IPX8 പ്രൊട്ടക്ഷൻ, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അകത്തും പുറത്തും എന്ന് പറയേണ്ട ഈ ഫോണിൽ ഇല്ലാത്ത പരിപാടികളൊന്നും ഇല്ലടേ. ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഫോൾഡ് എന്നുള്ളത്, എനിക്ക് ഫോൾഡ് ഫോൺ ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. ദിസ് ഇസ് ഇറ്റ് ഗൈസ്. സോഫ്റ്റ്വെയർ ഫൺ ടച്ച് വോയിസ് ആണ്. ഫൺ ടച്ച് വോയിസ് ഇസ് വേ ബെറ്റർ ദാൻ മറ്റേ ഒറിജിനൽ വോയിസ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീലിംഗ് ഉള്ളത്. ബിക്കോസ് ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് കണ്ട ഈ സാധനം ഫൺ ടച്ച് വോയിസ് മറ്റേ ഒറിജിനൽ വോയിസിൽ ഇതല്ല. അയ്യോ കൂറയാണ്, അയ്യോ ഒരുമാത്തൊരു നമ്പർ പാഡ് പോലത്തെ ഒരു സാധനമാണ്. ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മറ്റേ ഈ സാധനം ആക്കുമ്പം ഇങ്ങനെ വരണം. ഇത് നല്ല രസമായിട്ട് നല്ല അനിമേഷനൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒറിജിനൽ വോയിസിൻ്റെ അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇത് നോക്കിയാൽ ഇതാണ് എൻ്റെ നമ്പർ പാഡ്. അതായത് അൺലോക്ക് ചെയ്യാനുള്ള നമ്പർ അടിക്കാനുള്ള ഇത് ഉണ്ട്. ഇത് ആരെ ഫോൺ വിളിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു നമ്പർ പാഡ് വരുന്നത്. ഫൺ ടച്ച് വോയിസ് അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ തന്നെയാണ്. ആൻഡ് ലവ് ദിസ് ഫോൺ. ദിസ് ഇസ് ടു ഗുഡ്. AI ഫീച്ചേഴ്സ് ആയിട്ടുള്ള മറ്റേ എല്ലാ സാധനങ്ങളും ഉണ്ട്. മറ്റേ ആൾക്കാരെ ഇറേസ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ സ്റ്റൈലസ് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരേതായ സ്റ്റൈലസ് ഒന്നും ഞാൻ കണ്ടില്ല. ഉണ്ടെന്ന് കേട്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ടു ഗുഡ് ഓഫ് എ ഫോൺ, ഒന്നും പറയാനില്ല. പക്ഷേ ഞാൻ പറയാം വളരെ നീഷായിട്ടുള്ള പ്രോഡക്റ്റാണ്, ഹെവി എക്സ്പെൻസീവാണ്. അതൊക്കെ വെച്ചിട്ട് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മാത്രം, അല്ലാതെ വേറെ ഞാൻ പറയില്ല. ബിക്കോസ് ഇതിൻ്റെ തന്നെ X100 Pro ആണെങ്കിൽ ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന X200 Pro ഒക്കെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ് വിവോ വരെ. X സീരീസ് വിവോ ഈസ് ജസ്റ്റ് അമേസിങ്, ഒന്നും പറയാനില്ല. അതിനെ വെല്ലാൻ വേറെ ഒരു ഫോണും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഇല്ലടേ, എൻ്റെ കാഴ്ചപ്പാടില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. കില്ലർ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോണ്ടേ. ബൈ.